നമസ്കാരം, എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ അവൽ നനച്ചതും അവൽ വിളയിച്ചതും ഒക്കെ കഴിക്കാറുണ്ട് സ്നാക്കായിട്ട്. അപ്പം ഇന്ന് ഞാൻ അവൽ കൊണ്ട് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അവലും പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്ക്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ അകം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന നല്ല രുചിയുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്ക് 1 കപ്പ് വെളുത്ത അവൽ ഒന്ന് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചുമന്ന അവലും ഉപയോഗിക്കാം, പക്ഷേ വെളുത്ത അവലായിരിക്കും കുറേ കൂടെ നല്ലത്, അല്ലേ കുറേ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അവൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പൊടിയണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അവൽ നന്നായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ഈ വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടണം, അതുപോലെ വേവണം. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു കുഴയ്ക്കാനിടമുള്ള ഒരു ഇത്തിരി വലിയൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിടണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച നല്ല ജീരകം, നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ജീരകം, തോരനൊക്കെ എടുക്കുന്ന ജീരകം 1/4 ടീസ്പൂൺ. ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല കയ്യിലില്ലാത്ത ഒരു ഗരം മസാല ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, മുഴുവൻ പെരുംജീരകം, ഇത് പൊടിച്ചതൊന്നുമല്ല, പെരുംജീരകം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ച അവലിൻ്റെ ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു നല്ല ടൈറ്റായിട്ടുള്ള മാവാകുന്നത് വരെ നന്നായിട്ട് കുഴയ്ക്കണം. ഇത്തിരി കൂടെ കട്ടിയായിട്ട് വരാനുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് അവലിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പൊടിച്ച് വെച്ചിരുന്ന അവൽ മുഴുവനും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ മാവിന് നമുക്കൊരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ചിലപ്പോൾ ഡ്രൈ ആയി പോകും ഇതിൻ്റെ മുകൾ വശം. അതുകൊണ്ട് നമുക്കൊരു ശകല എണ്ണയും കൂടെ അതിൻ്റെ പുറത്തൊന്ന് തൂത്തിട്ട് വെക്കാം. എണ്ണ പുരട്ടുമ്പോൾ വെളിച്ചെണ്ണ പുരട്ടരുത്, വേറെ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ പുരട്ടിയാൽ മതി. ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിനകത്ത് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് കുഴയ്ക്കാം. എണ്ണ ചേർത്തില്ലെങ്കിൽ ഇത് നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് ഞാൻ ഒന്നുകൂടെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഞാൻ കൈയൊക്കെ കഴുകി കയ്യെ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിലിട്ടൊന്ന് ഉരുട്ടി ഒരു ഫിംഗർ ഷേപ്പിലാക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവെല്ലാം നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കയ്യെ പിന്നെയും മാവൊട്ടി പിടിക്കുവാണെങ്കിൽ അന്നേരം കുറച്ച് എണ്ണയും കൂടെ പുരട്ടി കൊടുത്താൽ മതി കയ്യിൽ. നമ്മുടെ ഫിംഗേഴ്സൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇല്ലേ, അതുപോലുള്ള തിൻ ഫിംഗേഴ്സായിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിനകത്ത് ചെറിയ പത വരുന്നുണ്ടോ? പത ഉള്ളപ്പോൾ അത് ആയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഒന്ന് അടങ്ങി കഴിയുമ്പോൾ നമുക്കിത് പോരാം. റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് വറുത്തെടുക്കാം. ഫിംഗേഴ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഇത് എന്ത് നല്ല ക്രിസ്പിയായിട്ട്, അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിയായിട്ടായിരിക്കുന്നത്. പക്ഷേ ഒടിച്ച് നോക്കിയേ അകം എന്ത് സോഫ്റ്റായിട്ടായിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയായത്. അപ്പോൾ നമ്മുടെ അവൽ പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ അവൽ വെച്ച് എന്തായാലും ഇതുവരെ ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കി കാണാൻ ഇടയില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.